നമസ്കാരം. മിഡീസ് ടവറിലേക്ക് സ്വാഗതം. GCC പ്രശ്നപരിഹാരത്തിനുള്ള സൗദി സഖ്യരാഷ്ട്രങ്ങൾ മുന്നോട്ടുവെച്ച ഉപാധികൾക്കുള്ള മറുപടി ഖത്തർ കുവൈത്ത് അമീറിന് കൈമാറി. ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽത്താനി കുവൈത്തിലെത്തിയാണ് ഖത്തർ അമീർ തമീം ബിൻ ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ കത്ത് കൈമാറിയത്. ഇന്ന് കാലത്ത് പ്രത്യേക വിമാനത്തിലാണ് ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽത്താനി കുവൈത്തിലെത്തിയത്. ഖത്തർ മന്ത്രിയെയും ഔദ്യോഗിക സംഘത്തെയും കുവൈത്ത് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് സബാ അൽ ഖാലിദ് അൽസബാഹിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുടർന്ന് ബയാൻ പാലസിലെത്തിയ അദ്ദേഹം കുവൈത്ത് അമീർ ഷെയ്ഖ് സബാ അൽ അഹമ്മദ് അൽസബാഹുമായി ചർച്ച നടത്തി. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ സന്ദേശം മന്ത്രി കുവൈത്ത് അമീറിന് കൈമാറി. സൗദി സഖ്യരാഷ്ട്രങ്ങൾ ഉപരോധം പിൻവലിക്കാൻ മുന്നോട്ടുവെച്ച ഉപാധികളോടുള്ള ഖത്തറിന്റെ ഔദ്യോഗിക പ്രതികരണമാണ് കത്തിലെന്നാണ് സൂചന. കത്തിന്റെ ഉള്ളടക്കം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല. സമവായ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ കുവൈത്ത് അമീർ മുഖേന 13 ഉപാധികളായിരുന്നു സൗദി സഖ്യരാഷ്ട്രങ്ങൾ ഖത്തറിന് മുന്നിൽ വെച്ചത്. ഉപാധികൾ അംഗീകരിക്കാൻ അനുവദിച്ചിരുന്ന സമയം ഇന്നലെ അവസാനിച്ചിരുന്നെങ്കിലും കുവൈത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് സൗദി, ബഹ്റൈൻ, UAE, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ 48 മണിക്കൂർ കൂടി അനുവദിച്ചിരുന്നു. ഇന്ത്യയിൽ സ്വകാര്യ സന്ദർശനത്തിലായിരുന്ന കുവൈത്ത് അമീർ സന്ദർശനം വെട്ടിച്ചുരുക്കി ഞായറാഴ്ചയാണ് രാജ്യത്ത് തിരിച്ചെത്തിയത്. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. കൂടുതൽ വിവരങ്ങളുമായി കുവൈത്തിൽ നിന്ന് മുനീർ അഹമ്മദും ദുബൈയിൽ നിന്ന് MCA നാസറും ചേരുന്നു. ആദ്യം മുനീർ അഹമ്മദിലേക്ക്. മുനീർ, ഖത്തർ വിദേശകാര്യമന്ത്രി കുവൈത്ത് അമീറിനെ സന്ദർശിച്ച് കത്ത് കൈമാറിയിരുന്നു. സമവായ ചർച്ചകളിൽ ശുഭസൂചനയായി ഈ നീക്കത്തെ കാണാമോ? സന്ധ്യ, ആഴ്ചകളായി തുടരുന്ന ഗൾഫ് പ്രതിസന്ധിയുടെ തുടർച്ച നിർണ്ണയിക്കപ്പെടുന്ന സുപ്രധാന മണിക്കൂറുകളാണ് ഇനിയുള്ളത് എന്ന് തന്നെ പറയാം. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഉപാധികൾ, സൗദി പക്ഷം മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിക്കാൻ അനുവദിച്ച സമയം ഞായറാഴ്ച അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ കുവൈത്ത് ഖത്തറിന് പറയാനുള്ളത് കേൾക്കാൻ അല്പം കൂടെ സാവകാശം നൽകണമെന്ന് ഈ പ്രശ്നത്തിൽ മധ്യസ്ഥനായ കുവൈത്ത് അമീർ ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് 48 മണിക്കൂർ കൂടി അനുവദിക്കാൻ സൗദി പക്ഷം സന്നദ്ധമായിരുന്നു. ഈ ഒരു സന്നദ്ധതയും ഈ വിഷയത്തിൽ അനുരഞ്ജന സാധ്യതകൾ അടഞ്ഞിട്ടില്ലെന്ന ഒരു സൂചനയായിട്ടായിരുന്നു വിലയിരുത്തപ്പെട്ടത്. എന്നാൽ കുവൈത്ത് അമീറുമായി ഇന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ ഖത്തർ എന്ത് നിലപാടാണ് അറിയിച്ചത് എന്ന കാര്യത്തെ ആശ്രയിച്ചിരിക്കും ഇനി അങ്ങോട്ടുള്ള ഈ ഒരു പ്രതിസന്ധിയുടെ തുടർ ചർച്ചകളും തുടർഗതികളും. സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എന്ത് നിലപാടെടുക്കണമെന്ന് തീരുമാനിക്കുക ഖത്തർ കൈമാറിയ തങ്ങളുടെ ഉപാധികളോടുള്ള ഖത്തറിന്റെ പ്രതികരണത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും. ഇന്ന് കാലത്ത് 11 മണിയോടെയാണ് ഖത്തർ വിദേശകാര്യമന്ത്രിയും കുവൈത്ത് അമീറും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. കുവൈത്ത് അമീറിന് പുറമെ കിരീടാവകാശി ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ സബാഹ്, അതുപോലെ പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബിർ മുബാറക് അഹമ്മദ് അൽ സബാഹ് എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. സൗദി പക്ഷം മുന്നോട്ട് വെച്ച ഉപാധികളോടുള്ള ഖത്തറിന്റെ നിലപാടുകൾ വിശദമായി തന്നെ ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽത്താനി കുവൈത്ത് അമീറിനെ അറിയിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുടെ കത്ത് അദ്ദേഹം കൈമാറുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ച കാലം കുവൈത്ത് അമീർ ചികിത്സാർത്ഥം വിദേശത്തായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ഇന്നലെയാണ് അദ്ദേഹം തിരിച്ചു വന്നത്. GCC പ്രതിസന്ധി രൂപപ്പെട്ട തുടക്കകാലത്ത് തന്നെ അനുരഞ്ജന നീക്കങ്ങളുമായി കുവൈത്ത് അമീർ രംഗത്തുണ്ടായിരുന്നു. റമദാൻ അവസാനിക്കുന്നതിന് മുമ്പ് പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെടുമെന്നൊരു ശുഭപ്രതീക്ഷയിലായിരുന്നു അദ്ദേഹവും മറ്റുള്ള ലോകരാജ്യങ്ങളും വെച്ചു പുലർത്തിയിരുന്നത്. എന്നാൽ മനസ്സിലാക്കിയതുപോലെ ആഴ്ചകൾ നീണ്ടുപോകുന്ന ഈ ഒരു പ്രതിസന്ധിയുടെ ഈ ഘട്ടത്തിൽ ഇന്നുണ്ടായിരിക്കുന്ന ഈ ഒരു വഴിത്തിരിവ്, ഇത് ഖത്തർ നൽകിയ ഖത്തർ അമീറിന്റെ ഈ ഒരു നിലപാടറിയിക്കൽ ഇതിനെ ആശ്രയിച്ചിരിക്കും ഈ GCC പ്രതിസന്ധിയുടെ തുടർ ഗതികളെന്ന് പറയാൻ സന്ധ്യ. മുനീർ, കുവൈത്ത് അമീർ ആദ്യം മുതൽ തന്നെ ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടിരുന്നു. പ്രശ്നപരിഹാരത്തിനായുള്ള കുവൈത്ത് അമീറിന്റെ ഇടപെടലുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ എത്രത്തോളം ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? സന്ധ്യ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ നമുക്കറിയാം 13 ഉപാധികളാണ് സൗദി, ബഹ്റൈൻ, UAE അതോടൊപ്പം ഈജിപ്ത്, ഈ 4 രാജ്യങ്ങൾ സംയുക്തമായിട്ട് മുന്നോട്ട് വെച്ചത്. പ്രശ്നം ഈ ഉപാധികൾ അംഗീകരിക്കാതെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല, ചർച്ചയില്ല എന്നുള്ള ഒരു നിലപാടിലായിരുന്നു സൗദി സഖ്യം. എന്നാൽ അൽ ജസീറ ചാനൽ അടച്ചുപൂട്ടുക, തീവ്രവാദ ഘടകങ്ങളെ നിരാകരിക്കുക തുടങ്ങിയ ഈ 13 ഉപാധികൾ തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ തങ്ങളുടെ പരമാധികാരത്തെ നിരാകരിക്കുന്ന നിലപാടാണ് എന്ന് പറഞ്ഞ് ഈ ഉപാധികളോട് മുഖം തിരിക്കുന്ന സമീപനമായിരുന്നു. ഈ നിലപാടുകൾ തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടായിരുന്നു ഇന്നലെ വരെ ഖത്തർ സ്വീകരിച്ചിരുന്നത്.
ഇന്ന് കുവൈത്ത് അമീറുമായി നടത്തിയ ചർച്ചകളിൽ എന്താണ് ഖത്തർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഖത്തർ തങ്ങളുടെ എന്ത് നിലപാടാണ് അറിയിച്ചിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ശരി മുനീർ, ഇനി ദുബായിൽ നിന്നും MCA നാസർ ചേരുന്നു. നാസർ, കുവൈത്ത് അമീറിന് ഖത്തർ വിദേശകാര്യമന്ത്രി നൽകിയ കത്തിലെ വിശദാംശങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഉപാധികളുടെ കാര്യത്തിൽ എന്ത് നിലപാടായിരിക്കും ഖത്തർ സ്വീകരിച്ചിട്ടുണ്ടാകുക എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? സന്ധ്യ, ഇത് സംബന്ധിച്ച് അന്തിമമായിട്ട് എന്തെങ്കിലും പറയാവുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നില്ല. കാരണം ഈ ഖത്തർ അമീറിന്റെ വളരെ സുപ്രധാനമായിട്ട് പ്രത്യേകിച്ച് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച 13 ഉപാധികൾ, ഈ ഉപാധികളിൽ കൃത്യമായി തന്നെ ഖത്തർ മറുപടി നൽകിയിട്ടുണ്ട് എന്ന ഒരു അനൌദ്യോഗികമായ റിപ്പോർട്ട് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഈ കത്തിന്റെ ഉള്ളടക്കം സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലും ഈ ഘട്ടം വരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇന്നലെ ഖത്തർ വിദേശകാര്യമന്ത്രി നടത്തിയ പ്രസ്താവന, പത്രസമ്മേളനത്തിൽ അദ്ദേഹം ചില കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള നയനിലപാടുകളാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പരമാധികാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു രാജ്യത്തിന് തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളിൽ ഒരു കോംപ്രമൈസിനും തങ്ങൾ തയ്യാറല്ല എന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. സൗദി അനുകൂലമായ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധികളിൽ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ തങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന അർത്ഥത്തിലുള്ളതാണ്. അതുമാത്രമല്ല, ഈ ഉപാധികൾ അംഗീകരിക്കുക മാത്രമല്ല, ഇത് കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ വേണ്ടി പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഉൾപ്പെട്ട ഒരു സമിതി വേണമെന്ന ഒരു നിർദ്ദേശം കൂടി നേരത്തെ സൗദി അനുകൂല രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇതൊന്നും ഒരിക്കലും ഒരു ഒത്തുതീർപ്പിനോ ചർച്ചക്കോ സാധ്യമായ ഒരു യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ഉപാധികളല്ല എന്നൊരു നിലപാടാണ് ഖത്തർ നേരത്തെ മുതൽ തന്നെ വ്യക്തമാക്കിയത്. അതിൽ അടിയന്തരമായിട്ടുള്ള വലിയൊരു മാറ്റം ഈ കത്തിൽ മറുപടി കത്തിൽ ഉണ്ട് എന്ന് നമുക്ക് ഒരു നിരക്കും കരുതാൻ സാധ്യമല്ല. കാരണം ഖത്തറിന്റെ ഉറച്ച നിലപാട് തന്നെയാണ് ഇതുവരെ അവർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ചില നീക്കുപോക്കുകൾ അത് തങ്ങൾ ചർച്ചയിലൂടെ അത് പരിഹരിക്കാൻ ഒരുക്കമാണ്. ആരുമായും ഏതർത്ഥത്തിലുള്ള ചർച്ചയും തുടരാൻ തങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല എന്ന് കൂടി ഖത്തർ വിദേശകാര്യമന്ത്രിയും ഖത്തർ അമീറും നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ കുവൈത്തിൽ തന്നെ ഖത്തർ അമീറിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് മറ്റ് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികളെ കൂടി ഇരുത്തിക്കൊണ്ട് ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ടോ എന്നതാണ്. പക്ഷേ ആകെ 48 മണിക്കൂർ നേരമാണ് ഇപ്പോൾ അഡീഷണൽ ആയിട്ട് അനുവദിച്ചിരിക്കുന്നത്. അത് നാളെ രാത്രിയോടുകൂടി അവസാനിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പക്ഷേ വീണ്ടും കുറച്ച് ദിവസങ്ങൾ കൂടി ഇത് നീട്ടുമോ എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അതിൽ ഒരു പക്ഷേ അന്തിമമായിട്ട് കുവൈത്ത് അമീർ അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സൗദി അനുകൂല രാജ്യങ്ങൾ അതിനെ പിന്തുണയ്ക്കും എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടി വരുന്നത്. ഖത്തറിന്റെ നിലപാട് അറിയിക്കാൻ 48 മണിക്കൂർ കൂടി സമയം നീട്ടി നൽകിയത് ഒരു പ്രതീക്ഷ നൽകുന്ന തീരുമാനമല്ലേ? ഒപ്പം കുവൈത്തിനൊപ്പം മറ്റേതെങ്കിലും രാജ്യങ്ങൾ മധ്യസ്ഥ ചർച്ചകളുമായി രംഗത്തുണ്ടോ? സന്ധ്യ, തീർച്ചയായിട്ടും ഇത് ആഹ്ലാദകരമായിട്ടുള്ള നീക്കം തന്നെയാണ്. കടുത്ത നിലപാടിൽ നിന്ന് ഇരുപക്ഷവും ഏറെക്കുറെ പുറകോട്ട് പോകുന്നുണ്ട്. പക്ഷെ വലിയ തോതിലുള്ള ഒരു പുറകോട്ട് പോകൽ എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇതിനെ വിലയിരുത്താൻ സാധ്യമല്ല. കാരണം തുറന്ന ചർച്ചകൾക്ക് തങ്ങൾ ഒരുക്കമാണെന്ന് ഖത്തർ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതോടൊപ്പം തന്നെ കടുത്ത നിലപാടുകളിലേക്ക് പോകുന്നത് ഒരു പക്ഷേ മേഖലയെ കൂടുതൽ പ്രക്ഷുബ്ധമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാൻ മാത്രമേ സഹായിക്കൂ എന്ന തിരിച്ചറിവ് ഇരുപക്ഷത്തിനും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കുറെ കൂടി പ്രായോഗിക ബുദ്ധിയോടുകൂടിയുള്ള തീരുമാനങ്ങളാണ് ഇരുപക്ഷവും ഏതാണ്ട് സൗദി അനുകൂല രാജ്യങ്ങളും അതോടൊപ്പം തന്നെ ഖത്തറും ഇപ്പോൾ അനുവർത്തിക്കുന്നത്. കേവലം വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം എന്നതിനപ്പുറത്ത് കുറെ കൂടി പക്വമായ ഒരു രാഷ്ട്രീയ പ്രശ്നമായി തന്നെയാണ് ഇരുവിഭാഗവും ഇതിനെ നോക്കിക്കാണുന്നത്. നേരത്തെ സൗദി അനുകൂല രാജ്യങ്ങൾ കുറ്റപ്പെടുത്തിയത് ഇതൊരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. ഈ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് രാഷ്ട്രീയ പരിഹാരമാണ് വേണ്ടത്. നേരെ മറിച്ച് ഖത്തർ ഇതിനെ സൈനികമായ ഒരു ഘടകമായിട്ട് ഇതിനെ മാറ്റിയെടുക്കുന്നു എന്നൊരു പരാതിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് തുർക്കിയുമായിട്ട് സൈനികമായിട്ട് കൈകോർക്കാനുള്ള നീക്കം, ഇറാനുമായി ആ അർത്ഥത്തിലുള്ള ചില ചർച്ചകൾ, ഇതൊക്കെ മേഖലയ്ക്ക് കൂടുതൽ ഭവിഷ്യത്ത് മാത്രമേ ഉണ്ടാക്കൂ എന്ന ഒരു നിലപാടായിരുന്നു സൗദി അനുകൂല രാജ്യങ്ങൾ നേരത്തെയൊക്കെ സ്വീകരിച്ചിരുന്നത്. ഏറെക്കുറെ കുറെ കൂടി രാഷ്ട്രീയ തലത്തിൽ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്ന ഒരു താല്പര്യം രണ്ട് ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ കുവൈത്ത് അമീർ വളരെ നിർണായകമായിട്ടുള്ള ചില ചുവടുവെപ്പുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് പറയാൻ വ്യക്തമല്ല. പക്ഷെ മറ്റന്നാൾ ബുധനാഴ്ചയാണ് കൈറോയിൽ ഈ 4 രാജ്യങ്ങളുടെയും സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, അതോടൊപ്പം തന്നെ ഈജിപ്ത്, ഇവിടുത്തെ വിദേശകാര്യമന്ത്രിമാർ യോഗം ചേരുന്നുണ്ട്. ഒരു പക്ഷേ ആ യോഗത്തിലായിരിക്കും ഭാവി നടപടികൾ സംബന്ധിച്ച തീരുമാനമുണ്ടാവുക. കുവൈത്ത് അമീർ നിർദ്ദേശിക്കുന്ന പക്ഷം കുറെ കൂടി സമയപരിധി നീട്ടിക്കൊടുത്തുകൊണ്ട് രമ്യമായിട്ടുള്ള ഒരു പരിഹാരത്തിനുള്ള സാധ്യത
പിന്നെ അവർ ആരായും. പക്ഷെ അത് നടക്കുമോ എന്ന കാര്യം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയുക എളുപ്പമല്ല. സന്ധ്യ. നാസർ ഇപ്പോൾ സൂചിപ്പിച്ചു 4 രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ മറ്റന്നാൾ കെയ്റോയിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെന്ന്. ഈ ഒരു കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം എന്താണ്? ഖത്തർ നിലപാട് വ്യക്തമാക്കിയില്ലെങ്കിൽ കടുത്ത നടപടികൾ ആലോചിക്കുകയാണോ ഈ യോഗത്തിന്റെ അജണ്ട? സന്ധ്യ 48 മണിക്കൂർ നേരം വന്നത് നാളെ രാത്രി അവസാനിക്കുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഖത്തറിന്റെ പ്രതികരണം പിന്നെ അനുകൂലമല്ല എങ്കിൽ ഒരുപക്ഷെ കുവൈത്ത് അമീറിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന മധ്യസ്ഥ നീക്കങ്ങൾ വലിയ തോതിൽ മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സൗദി അനുകൂല രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ചില തീർപ്പുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് പോകാൻ തങ്ങൾക്ക് സാധ്യമല്ല എന്ന് തന്നെ UAE മന്ത്രിയും അതോടൊപ്പം തന്നെ സൗദിയുടെ വിദേശകാര്യമന്ത്രി ആദിൽ അൽ ജുബൈറും നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. GCC കൂട്ടായ്മയിൽ നിന്ന് ഖത്തറിനെ പുറന്തള്ളുന്നത് ഉൾപ്പെടെയുള്ള ചില തീരുമാനങ്ങൾ ഈ കെയ്റോയിൽ ചേരുന്ന ഈ സമ്മേളനത്തിൽ യോഗത്തിൽ ഉണ്ടായേക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. അതുമാത്രമല്ല തങ്ങളുടെ അനുകൂലമായിട്ടുള്ള വാണിജ്യ രാഷ്ട്രങ്ങളോടും പ്രസ്ഥാനങ്ങളോടും ഖത്തറിനെ പിന്നെ അകന്നു നിൽക്കണം എന്ന ഒരു തീർപ്പ് കൂടി അവരോട് നിർദ്ദേശിക്കുമെന്നൊരു തീരുമാനം നേരത്തെ തന്നെ UAE റഷ്യൻ സ്ഥാനപതി വ്യക്തമാക്കിയിരുന്നു. ഒരുപക്ഷെ അതിന്റെ പ്രായോഗികമായിട്ടുള്ള നടപടികളും മറ്റ് തുടർ നീക്കങ്ങളും സംബന്ധിച്ച് ഈ കെയ്റോ യോഗത്തിലായിരിക്കും അന്തിമമായിട്ടുള്ള ഒരു തീർപ്പുണ്ടാവുക. സന്ധ്യ. ശരി നാസർ, GCC പ്രശ്നപരിഹാരത്തിന് സൗദി സഖ്യരാജ്യങ്ങൾ മുന്നോട്ട് വെച്ച ഉപാധികൾക്കുള്ള മറുപടി ഖത്തർ കുവൈത്ത് അമീറിന് കൈമാറിയിട്ടുണ്ട്. എന്നാൽ കത്തിൽ എന്താണ് നിലപാടെന്നത് സംബന്ധിച്ച് ഇതുവരെയും വാർത്തകൾ പുറത്തു വന്നിട്ടില്ല. അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു കുവൈത്തിൽ നിന്നും മുനീർ അഹമ്മദും ദുബൈയിൽ നിന്ന് MCA നാസറും. വാർത്തകളിലേക്ക്. സൗദിയിൽ ശനിയാഴ്ച മുതൽ നിലവിൽ വന്ന ആശ്രിത ഫീസുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണങ്ങളും അഭ്യൂഹങ്ങളും ശക്തമാകുന്നു. ആശ്രിത ഫീസ് പിൻവലിച്ചു എന്നതാണ് ഇതിൽ ഏറ്റവും അവസാനത്തേത്. പ്രമുഖ അറബി പത്രങ്ങളുടെ വ്യാജ പതിപ്പ് സഹിതമാണ് ഫീസ് പിൻവലിച്ചുവെന്നുള്ള വ്യാജ പ്രചരണം നടത്തിയത്. അതേസമയം ഒരാളെയും ആശ്രിത ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലെന്ന് പാസ്പോർട്ട് വിഭാഗം ആവർത്തിച്ച് വ്യക്തമാക്കി. വിദേശികളുടെ കുടുംബങ്ങൾക്ക് ഏർപ്പെടുത്തിയ ആശ്രിത ഫീസ് പിൻവലിച്ചു എന്ന രീതിയിലാണ് വ്യാജ പ്രചരണം. സൗദിയിലെ പ്രമുഖ പത്രമായ അൽ റിയാദിന്റെ വ്യാജപതിപ്പ് സഹിതമാണ് തിങ്കളാഴ്ച രാവിലെ മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം നടന്നത്. അതേസമയം വാർത്ത വ്യാജമാണെന്ന് അൽ റിയാദ് പത്രത്തിന്റെ അധികൃതർ ട്വിറ്ററിൽ വ്യക്തമാക്കി. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി വിദേശികളുടെ ചുമലിൽ കെട്ടിവെക്കേണ്ടതില്ല. ഇക്കാമ പുതുക്കുമ്പോഴോ റീഎൻട്രി അടിക്കുമ്പോഴോ വിദേശികൾ ആശ്രിതരുടെ ഫീസ് അടയ്ക്കേണ്ടതില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അടച്ചവർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ട് വഴി തിരിച്ചു നൽകും. ഇത്തരത്തിലുള്ള പ്രസ്താവനകളാണ് റോയൽ കോർട്ടിന്റെ വിജ്ഞാപനം എന്ന പേരിൽ വന്ന വ്യാജവാർത്തയിൽ പറയുന്നത്. വാട്സാപ്പ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് വൈറലായതോടെ പത്രം തന്നെ നിഷേധക്കുറിപ്പുമായി രംഗത്ത് വരികയായിരുന്നു. ആശ്രിത ഫീസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നിരവധി വ്യാജവാർത്തകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. ആഭ്യന്തര തൊഴിൽ മന്ത്രാലയങ്ങളുടെയോ പാസ്പോർട്ട് വിഭാഗത്തിന്റെയോ ഔദ്യോഗിക പ്രസ്താവന പുറത്തുവരാത്തതാണ് അഭ്യൂഹങ്ങൾ വർദ്ധിക്കാനും പ്രചരിക്കാനും കാരണം. ഏതെങ്കിലും രാജ്യക്കാരെ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലെന്ന് സൗദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഫൈനൽ എക്സിറ്റിൽ പോകുന്നവർക്ക് ഫീസ് ബാധകമില്ലെന്ന് ചില റിപ്പോർട്ടുകളുണ്ടെങ്കിലും എക്സിറ്റ് അടിച്ചവരും ഫീസ് അടച്ചതാണ് പലരുടെയും അനുഭവം. ഭാര്യ, 18 വയസ്സിന് താഴെയുള്ള മക്കൾ എന്നിവരുൾപ്പെടുന്ന താബിയുകൾക്കും രണ്ടാം ഭാര്യ, 18 വയസ്സിന് മുകളിലുള്ള മക്കൾ, മാതാപിതാക്കൾ, സേവകർ തുടങ്ങിയ നേരിട്ട് വിദേശികളുടെ സ്പോൺസർഷിപ്പിലുള്ള മുറാഫിക് ഗണത്തിലുള്ളവർക്കും ഫീസ് ബാധകമാണ്. ജൂലൈ 1 മുമ്പ് ഇക്കാമ പുതുക്കിയവർക്കും റീഎൻട്രി വിസ ഇഷ്യൂ ചെയ്തവരും അടുത്ത സന്ദർഭത്തിൽ മുൻകാല പ്രാബല്യത്തോടെ ഫീസ് അടയ്ക്കേണ്ടി വരും. മീഡിയ 1, ജിദ്ദ. കുവൈത്തിൽ ചെറുകിട ഇടത്തരം സംരംഭകർക്കായി പ്രത്യേക വാണിജ്യ നഗരം സ്ഥാപിക്കുന്നു. ഇതിനായുള്ള സാധ്യതാ പഠനങ്ങൾക്കായി പ്രത്യേക ഏജൻസിയെ നിയോഗിച്ചതായി മാൻ പവർ ഗവൺമെന്റ് റീസ്ട്രക്ചറിംഗ് പ്രോഗ്രാം മേധാവി ഫൗസി അൽ മജ്ദാലി പറഞ്ഞു. 33,000 ചതുരശ്ര മീറ്റർ ഭൂമിയിലായിരിക്കും നിർദ്ദിഷ്ട ബിസിനസ് സിറ്റി. ചെറുകിട ഇടത്തരം സംരംഭകരെ മുന്നിൽ കണ്ടാണ് 3 നിലകളിലായി വിവിധയിനം സംരംഭങ്ങൾക്ക് അനുയോജ്യമായ വാണിജ്യ നഗരം നിർമ്മിക്കുകയെന്ന് MGRP മേധാവി പറഞ്ഞു. സ്വയം തൊഴിൽ പദ്ധതികളുമായി മുന്നോട്ട് വരുന്ന സ്വദേശി യുവാക്കൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്യുമെന്ന് സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ യുവാക്കളെ ഈ രംഗത്തേക്ക് ആകർഷിക്കാനും സംരംഭക പരിശീലനം ഉൾപ്പെടെയുള്ളവ സൗജന്യമായി ലഭ്യമാക്കാനും വിവിധ പദ്ധതികൾ MGRPയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നുണ്ട്. ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ മുതൽ മുടക്കിയ യുവാക്കൾ ഭീമമായ വാടക മൂലം പ്രയാസപ്പെടുന്നതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുണ്ടായിരുന്നു. മൊത്തം ചെലവിന്റെ 60% കെട്ടിട വാടകയ്ക്ക് മാറ്റിവെക്കേണ്ട സാഹചര്യമാണെന്ന് ചെറുകിട സംരംഭക യൂണിയൻ ചെയർമാൻ ദാവൂദ് അൽ മറാഫി പരാതിപ്പെട്ടിരുന്നു. നവസംരംഭങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളും അസോസിയേഷൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. UAE-യിൽ താമസയിടങ്ങളുടെ വാടക നിരക്ക് ഇടിയുന്നതായി റിപ്പോർട്ട്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കൂടുതൽ പേർക്ക് ജോലി നഷ്ടപ്പെടുന്നതാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്.
ജോലി നഷ്ടപ്പെട്ട് താമസയിടങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നവർക്ക് പകരം ആളെ കണ്ടെത്താൻ കഴിയാത്തതാണ് വിവിധ എമിറേറ്റുകളിൽ വാടക നിരക്ക് താഴേക്ക് പോകാൻ കാരണമെന്ന് ഗൾഫ് ന്യൂസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ഈ രംഗത്തെ ഗവേഷണ സ്ഥാപനമായ JLLനെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അബുദാബിയിലെ അപ്പാർട്ട്മെന്റുകളുടെ വാടക 10% കുറഞ്ഞു. ഈ വർഷം രണ്ടാം പാദത്തിൽ മാത്രം വാടക 3% താഴ്ന്നു. അബുദാബിയിൽ വൻകിട അപ്പാർട്ട്മെന്റുകളുടെ വാടകയിലാണ് ഏറ്റവും കൂടുതൽ കുറവ് വന്നത്. ചെറുകിട താമസയിടങ്ങളുടെ വാടകയിൽ വലിയ കുറവുണ്ടായിട്ടില്ല. അബുദാബിയിൽ മാത്രമല്ല, ഷാർജയിലും ദുബൈയിലും സമാനമായ സാഹചര്യമാണുള്ളത്. ഈ എമിറേറ്റുകളിലെയും റിയൽ എസ്റ്റേറ്റ് രംഗം സമ്മർദ്ദം നേരിടുകയാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മീഡിയ 1 ദുബായ്. കുവൈത്തിൽ തൊഴിൽ പെർമിറ്റ് ലഭിക്കാനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാക്കിയേക്കും. ജനസംഖ്യാ ക്രമീകരണ നടപടികളുടെ ഭാഗമായാണ് 30 വയസ്സ് പ്രായമുള്ള വിദേശികൾക്ക് തൊഴിൽ പെർമിറ്റ് നിർത്തിവെക്കാൻ കുവൈത്ത് ആലോചിക്കുന്നത്. തൊഴിൽ വിസയിൽ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ചുരുങ്ങിയ പ്രായം 30 ആക്കി വിദേശ തൊഴിലാളികളുടെ വരവ് നിയന്ത്രിക്കാനാണ് മാൻപവർ അതോറിറ്റിയുടെ പദ്ധതി. മാൻപവർ പബ്ലിക് അതോറിറ്റിയുടെ അടുത്ത യോഗത്തിൽ ഈ വിഷയം പ്രധാന അജണ്ടയാകുമെന്നാണ് വിവരം. വിദേശികൾക്ക് വിരമിക്കൽ പ്രായം നിശ്ചയിക്കണമെന്നും നേരത്തെ നിർദ്ദേശം ഉയർന്നിരുന്നു. ഒമാനിലെ അൽ ഖുവൈറിൽ ആഡംബര കാർ ഷോറൂമിൽ വൻ തീപിടുത്തം. ഷൻഫെരി മോട്ടോഴ്സിന്റെ ഷോറൂമിൽ ഇന്ന് രാവിലെയാണ് വൻ തീപിടുത്തമുണ്ടായത്. സംഭവത്തിൽ ആളപായമോ പരിക്കോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വൻ തുകയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട്. സംഭവത്തിൽ നിരവധി ലംബോർഗിനി കാറുകൾ ഉൾപ്പെടെ കത്തി നശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 25 വർഷമായി ഫെറാറി, മസറാട്ടി, ലംബോർഗിനി തുടങ്ങിയ അടക്കം മുൻനിര ഓട്ടോമൊബൈൽ ബ്രാൻഡുകളുടെ വിതരണക്കാരാണ് ഷൻഫെരി മോട്ടോഴ്സ്. ഒമാനിൽ സ്വദേശി വിദ്യാർത്ഥികൾക്ക് പ്രിയം സർക്കാർ ജോലി തന്നെയെന്ന് സർവേ ഫലം. രാജ്യത്തെ ഉന്നത പഠന സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ദേശീയ സ്ഥിതിവിവര മന്ത്രാലയം നടത്തിയ യൂത്ത് ഓറിയന്റേഷൻ സർവേയിലാണ് കണ്ടെത്തൽ. സർക്കാർ ജോലിയേക്കാൾ 25% അധിക വേതനമുണ്ടെങ്കിൽ മാത്രമേ സ്വകാര്യ മേഖലയിൽ തൊഴിലെടുക്കാൻ ഇവർ തയ്യാറുള്ളൂ. കഴിഞ്ഞ വർഷം അവസാനം നടത്തിയ സർവേയുടെ അന്തിമഫലം കഴിഞ്ഞ ദിവസമാണ് മന്ത്രാലയം പുറത്തുവിട്ടത്. പെൺകുട്ടികളിൽ 81% പേരും ആൺകുട്ടികളിൽ 51% പേരുമാണ് സർക്കാർ ജോലിക്ക് മുൻഗണന നൽകുന്നത്. സർവേയിൽ പങ്കെടുത്ത പകുതിയോളം പേരാണ് സ്വകാര്യ മേഖലയിൽ സർക്കാരിനേക്കാൾ 25% അധിക വേതനം ലഭിക്കാൻ താൽപര്യപ്പെടുന്നത്. ഭദ്രത, തൊഴിൽ സുരക്ഷിതത്വം, മികച്ച വേതനം, ആനുകൂല്യങ്ങൾ എന്നിവയാണ് യുവാക്കളിൽ സർക്കാർ ജോലിയോട് ആഭിമുഖ്യം വർദ്ധിപ്പിക്കുന്നതെന്ന് സർവേ പറയുന്നു. 908 റിയാലാണ് സർവേയിൽ പങ്കെടുത്തവർക്ക് സ്വീകാര്യമായ സ്വകാര്യ മേഖലയിലെ ശരാശരി കുറഞ്ഞ വേതനം. പ്രായോഗിക പരിശീലനത്തിന്റെ അഭാവം തൊഴിൽ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്ന അഭിപ്രായവും സർവേയിൽ ഉയർന്നു. ഇംഗ്ലീഷ് ഭാഷയിലെ പരിജ്ഞാനക്കുറവ് ദോഷം ചെയ്യുമെന്ന ആശങ്ക 30% പേരും പങ്കുവച്ചു. മീഡിയ 1 മസ്കത്ത്. കുവൈത്ത് ശ്മശാനങ്ങളിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള സമയങ്ങളിൽ മാറ്റം വരുത്തിയതായി മുനിസിപ്പാലിറ്റി അറിയിച്ചു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ രാത്രി 9 മണി മുതൽക്കാണ് ശ്മശാനങ്ങളിൽ ഖബറടക്കത്തിന് അനുമതിയുണ്ടാകുക. ഈ മാസങ്ങളിലെ പകലുകളിൽ മൃതദേഹ സംസ്കരണം അനുവദിക്കില്ല. ശക്തമായ ചൂടിൽ ആളുകൾക്ക് പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടിയാണ് സമയമാറ്റമെന്ന് കുവൈത്ത് മുനിസിപ്പാലിറ്റിയിലെ മൃതദേഹ സംസ്കരണ വകുപ്പ് മേധാവി ഡോക്ടർ ഫൈസൽ അൽ അവാദി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കുറഞ്ഞ വരുമാനക്കാർക്ക് ആരോഗ്യ പരിശോധനയ്ക്കുള്ള പ്രത്യേക പദ്ധതിയുമായി മൈക്രോ ഹെൽത്ത് മെഡിക്കൽ ലാബ്. തുടർച്ചയായ 3ാം വർഷമാണ് ഇത്തരമൊരു സംരംഭം ആവിഷ്കരിക്കുന്നതെന്ന് മൈക്രോ ഹെൽത്ത് മെഡിക്കൽ ലാബ് സാരഥികൾ ദുബൈയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 500 ദിർഹം നിരക്കുള്ള പരിശോധനകൾക്ക് വെറും 50 ദിർഹം മാത്രമാകും ഈടാക്കുക. ജൂലൈ 5 മുതൽ 31 വരെയാണ് ക്യാമ്പയിൻ നീണ്ടു നിൽക്കുക. വാർത്താസമ്മേളനത്തിൽ സജ്ന റിയാസ്, ഫൈസൽ TP, സുസമ വർഗീസ്, PS സുമേഷ്, സർമിസ് എന്നിവർ പങ്കെടുത്തു. മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിലും നൂറുമേനി വിളയുന്ന സൗദിയിലെ കൃഷിയിടം കാണാമിനി. തബൂക്കിൽ 3600 ഏക്കർ സ്ഥലത്താണ് പഴവും പൂക്കളും വിളയുന്ന ഈ സ്ഥലം. നിരവധി സന്ദർശകരാണ് ദിവസവും ഇവിടെ എത്തുന്നത്. തബൂക്കിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ ജോർഡാൻ റോഡിലുള്ള ആസ്ട്ര ഫാമിലെ കാഴ്ചകളാണിത്. മരുഭൂമിയിൽ വിളഞ്ഞു നിൽക്കുന്ന മുന്തിരിത്തോപ്പ്, പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ, ജർബീറ, ആസ്റ്റർ, ലുപ്പീനി, ലില്ലിയോം എന്നിവയ്ക്ക് പുറമെ വിവിധതരം റോസാപ്പൂക്കൾ. സൗദിയുടെ മറ്റിടങ്ങൾ മുതൽ യൂറോപ്പിലേക്ക് വരെ ഇവിടെ നിന്ന് പൂക്കൾ കയറ്റി അയക്കുന്നു. ദിവസം 80,000 റോസാപ്പൂക്കൾ ഇവിടെ നിന്ന് വണ്ടി കയറുന്നുണ്ട്. അത്ര തന്നെ മറ്റു പൂക്കളും. ആസ്ട്ര ഫാമിൽ എത്തിയപ്പോഴാണ് നമ്മുടെ ഊട്ടിയെ ഓർമ്മിപ്പിക്കുമാറുള്ള പ്രതീതി ഞങ്ങൾക്ക് കിട്ടിയത്.
വളരെ വൈവിധ്യമാർന്ന കളർഫുള്ളായ പുഷ്പങ്ങളും പ്രത്യേകിച്ച് റോസ് ഗാർഡൻ പോലെയുള്ള റോസുകൾ, വിവിധ തരങ്ങളിലുള്ള റോസുകൾ കണ്ടു. അതേപോലെ തന്നെ പഴങ്ങൾ, മുന്തിരിത്തോപ്പുകൾ, മുന്തിരിവള്ളികളിലൂടെ മുന്തിരിത്തോപ്പിലൂടെയുള്ള യാത്ര വളരെ അനുഭവം നിറഞ്ഞതായിരുന്നു. വിവിധ ഇനം ആട്, പശു, കാട, കോഴി എന്നിവയെല്ലാം ആസ്ട്ര ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്നു. മധ്യ പൗരസ്ത്യ ദേശത്തെ ആദ്യ സമ്പൂർണ്ണ കാട ഉൽപ്പാദന കേന്ദ്രമാണ് ഈ ഫാം. 850ഓളം ഇന്ത്യക്കാരുൾപ്പെടെ 2600ഓളം വിദഗ്ധരും തൊഴിലാളികളും ഇവിടെ ജോലി ചെയ്യുന്നു. മുൻകൂട്ടി അനുമതി വാങ്ങിയാൽ സന്ദർശകർക്ക് ഈ കൃഷിയിടം ആസ്വദിക്കാനെത്താം. തബൂക്കിലെ ആസ്ട്ര ഫാമിൽ നിന്നും സാദിഖ് അലി തുവൂർ, മീഡിയ 1. മലപ്പുറം വെന്നിയൂർ കൊടക്കല്ല് സ്വദേശി മൂട്ടപ്പറമ്പൻ അഷ്റഫ് ജിദ്ദയിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. റുവൈസിയിൽ ഹോപ്പ് ജ്യൂസ് കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു. മൈമൂനയാണ് ഭാര്യ. ഷംസുദ്ദീൻ, ഷറഫുദ്ദീൻ, നുസൈബ എന്നിവർ മക്കളാണ്. മൃതദേഹം ജിദ്ദയിൽ സംസ്കരിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംരക്ഷണം കാണാം. നമസ്കാരം.